കുട്ടലങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആളുകൾ അബ്ദുൽ മാജി. ബഹുമാനപ്പെട്ട സദൃസ്ഥാദ് അന്തംഗമ്യായി അവിടെ പോയി വളിക്കു കണ്ടോ കടച്ചോനെ ആ ഞാൻ പറഞ്ഞേ പൊന്നു സോദര എന്തിനാ വേദന സഹിക്കണേ മുട്ട തൈലം വാങ്ങിച്ച ചോളീൻ വേഗം വേദനകൾ മാറും കേട്ടോളി. ഒരൊറ്റ ഫുട്ബോൾ കിക്ക് കൊണ്ട് വൈറലായ മലപ്പുറം കൂട്ടിലങ്ങാടിയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് എനിക്കൊപ്പമുണ്ട്, ശ്രീ അബ്ദുൽ മാജിദ് വാഫി. നമസ്കാരം. ഒരുപാട് ആളുകൾ കണ്ടു, അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന രീതിയിലൊക്കെയാണ് പ്രചരിക്കുന്നത്. അങ്ങനെ തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല, അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ ഇറങ്ങിയത്. പഞ്ചായത്തിന്റെ കേരളോത്സവമായിരുന്നല്ലേ? അതെ 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 അതെ. എങ്ങനെയായിരുന്നു പരിപാടി? പഞ്ചായത്തിൻ്റെ കേരളോത്സവം ഈ കഴിഞ്ഞ 21-ാം തീയതി ആരംഭിച്ചതാണ്. നമ്മൾ ആദ്യം പിന്നെ ഷട്ടിൽ, അതുപോലെ ക്രിക്കറ്റ് മത്സരങ്ങളൊക്കെ കഴിഞ്ഞു. ഫുട്ബോൾ പിന്നെ പ്രത്യേകിച്ചും കേരളക്കാരനെ സംബന്ധിച്ചിടത്തോളം അതിലേറെ മലപ്പുറത്തുകാരെ കുറിച്ചും പറയണ്ടല്ലോ. അതിലേറ്റവും കൂടുതൽ ആവേശമുള്ളതാണ്. ഏകദേശം 10-26ഓളം ക്ലബ്ബുകൾ അതിൽ പങ്കെടുത്തിരുന്ന ഒരു മത്സരമാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന സെഷനായിരുന്നു. പിന്നെ കാലവർഷം നമുക്കറിയാം ഈ സമയമാണ്. അപ്പോൾ ചളിയൊക്കെ ഉണ്ടായിരുന്നു ഗ്രൗണ്ടിൽ. പക്ഷേ നമ്മൾ ഉദ്ഘാടനം എന്നുള്ള ആൾക്ക് കളിക്കാരെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ പോയതായിരുന്നു. അപ്പോൾ അവിടുന്ന് സ്വാഭാവികമായിട്ടും നടക്കണതാണ് ഒരു കിക്ക് എടുക്കുക എന്നുള്ളത്. അപ്പോൾ അവിടുന്ന് ഗാലറിയിൽ നിന്ന് പ്രത്യേകം പറയും ചെയ്തു പ്രസിഡന്റ് അടിക്കണം. ഞാൻ സ്വാഭാവികമായിട്ടും മുമ്പ് കളിച്ചിരുന്നതാണ്, ആ ഗ്രൗണ്ടിലും കളിച്ചിരുന്നതാണ്. സാധാരണ ഇങ്ങനെ വൈറൽ കിക്ക് അടിച്ച് വൈറലായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്ത കൊടുക്കുമ്പോൾ അതിങ്ങനെ തൂങ്ങിയിറങ്ങുന്ന പോലെ ഗോളാകുന്ന വാർത്തകളൊക്കെ കൊടുക്കാറുള്ളത്. ഗോൾ അടിക്കുന്നതിന് മുൻപ് ഞാനത് തൂങ്ങിയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അടിച്ചു. പക്ഷെ മഴക്കാലം ആയതുകൊണ്ട് അവിടെ തെന്നി വീണു എന്നുള്ളതാണ്. അടി തെറ്റിയാൽ ആനയും വീഴുന്നാണ് പറയാൽ. അപ്പോൾ അത് സംഭവിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യത്തിൽ. അതിലും പ്രശ്നമൊന്നുമില്ല നമുക്ക്. പിന്നെ സ്വാഭാവികമാണ് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എന്ന് വരുമ്പോൾ അത് ഞാൻ വീണ് പുറത്തിറങ്ങിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത് പല രീതിയിലായി വന്നു. പിന്നെ ഞാനൊരു മദ്രസ അധ്യാപകനും കൂടിയാണ്, ഞാൻ വാഫിയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും സദൃസ്ഥാദ് എന്നുള്ള പോസ്റ്റ് അതിനോട് യോജിക്കുന്നതാണ്. അതിൻ്റെ BGM ഇപ്പോൾ കണക്റ്റിംഗ് ആയി അല്ലേ? അതാ ഇന്നെല്ലാം വൈറലാക്കേണ്ടത് ശരിക്ക് ആ സ്പോട്ടിൽ അത് കണ്ടെത്തിയ ആളെയാണ് എടുത്തത് എഡിറ്റ് ചെയ്തൊക്കെ അറിയില്ല. അത് അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു, ആരെ ചെയ്തു നമുക്കറിയില്ല. ആ ക്ലബ്ബിലെ ഒരുപാട് ക്ലബ്ബുകൾ രാവിലെ മുതൽ 8 മണിക്ക് മത്സരം ആരംഭിച്ചാണ്. നമ്മുടെ ഔദ്യോഗിക മത്സര പരിപാടി, കാരണം ടൈം ഷെഡ്യൂൾ നമ്മളെ കേരളോത്സവത്തിനെ സംബന്ധിച്ചോളം പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ട വിഷയം എന്നാണ്. ഞങ്ങളൊരു സംഗതി വെച്ചിട്ടുള്ള മെമ്പർമാർ പിന്നെ ആ വിഷയത്തിൽ ഇടപെടാറില്ല. അതായത് ക്ലബ്ബുകൾ വന്നിട്ട് റെക്കമെൻഡേഷൻ നമ്മൾ അനുവദിക്കാറില്ല. അപ്പോൾ നമ്മൾ ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്ത് ആരംഭിക്കും. 8 മണിക്ക് കളി ആരംഭിക്കുന്നു പറഞ്ഞാൽ 8 മണിക്ക് തന്നെ ആരംഭിക്കും. അപ്പോൾ അങ്ങനെ 8 മണിക്ക് പിന്നെ ഫിക്സർ ഉള്ള പ്രകാരം കളി നടന്നു. ഞങ്ങൾ 3ാമത്തെ കളി ആയിരുന്നു ഇത് ഔദ്യോഗികമായിട്ട് നമ്മൾ ഇനാഗുറേഷൻ വെച്ചിരുന്നു, കാരണം മറ്റു മെമ്പർമാരൊക്കെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്താണ് നല്ല മഴയായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന ആളാണ്, ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടാൽ ഫുട്ബോൾ കളിക്കുന്ന ആളാണ്. ഷോട്ടൊക്കെ അടിച്ച് പരിചയമുണ്ട്, ഗോളാക്കി പരിചയമുള്ള ആളാണ്. കളിച്ചിരുന്നു. അതിന് താല്പര്യമുണ്ട് ആ വിഷയത്തിൽ. ഇപ്പോഴും ആകുന്ന രീതിയിലൊക്കെ ചെയ്യാറുണ്ട്. നമ്മളെ പിന്നോട്ടടിക്കില്ല, ഒരിക്കലും ഇല്ല. മത്സരങ്ങളൊക്കെ നന്നായി നടന്നു ഈ പരിപാടിയോടെ? വളരെ നന്നായി നടന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ ഞങ്ങൾ അവിടെ വെച്ചിട്ട് തന്നെ വിജയികൾക്കുള്ള സമ്മാനദാനങ്ങളൊക്കെ നൽകി. അത് ഓരോ സ്പോട്ടിലും അവിടെ തന്നെ വെച്ച് നൽകാറുണ്ട് സാധാരണ. ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും അതിൻ്റെ സർട്ടിഫിക്കറ്റ്, മെഡല്, അതുപോലെ ട്രോഫിയൊക്കെ അതേ വേദിയിൽ വെച്ച് തന്നെ കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. വീണിട്ടില്ലായിരുന്നെങ്കിൽ അത് നല്ലൊരു ഗോളായനല്ലേ? ആവണമെന്ന് വിചാരിച്ചിട്ട് തന്നെ അടിക്കണത്. പറ്റിയോ? ഇല്ല ഒന്നും പറ്റില്ല. അദ്ദേഹമാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. അദ്ദേഹം അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുന്നുണ്ട് അല്ലേ? ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് തീർച്ചയായിട്ടും. അതിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. അതിനോട് കുറേ ആളുകൾ പിന്നെ ക്ഷമ ചോദിച്ച് വിളിച്ചിട്ട്, കാരണം ആ ഇത് വീഡിയോ തമ്മിൽ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ. ആൾക്കാർ ഒരു എന്താ പറയുക, നമ്മുടെ ട്രോളാന്നുള്ള രീതിയിലാവുമ്പോൾ. പക്ഷേ അത് ഞാൻ മുൻകൂട്ടി എല്ലാവർക്കും പൊരുത്തപ്പെട്ടു കൊടുത്തു എന്ന് പറഞ്ഞു. എന്തായാലും പ്രശ്നമല്ല. ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെയാണ് അതിനെ കാണുന്നത്. അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, ട്രോളുകളൊന്നും വിഷമിപ്പിച്ചിട്ടില്ല. അത് രസകരമായി തന്നെ കണ്ടു. അദ്ദേഹം ഒരു സ്പോർട്സ് പ്ലെയർ കൂടിയാണ്, മദ്രസ അധ്യാപകൻ കൂടിയാണ്. നമ്മളെങ്ങനെ പോകണം ഇവിടെ പഞ്ചായത്തിൻ്റെ വികസന പഞ്ചായത്തിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ വളരെ നല്ല രീതിയിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ ഇവിടെ 19 മെമ്പർമാരാണുള്ളത്. ഭരണ പ്രതിപക്ഷ വലിയ വ്യത്യാസങ്ങളില്ലാതെ നല്ല രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാ വാർഡുകളിലും വേണ്ട വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. തെരഞ്ഞെടുപ്പൊക്കെ വരികയാണോ? അതെ, ജനങ്ങൾ തീരുമാനിക്കും. രസകരമായൊരു സംഭവം കൂടി ഉണ്ടായി എന്നുള്ളതാണ് മാജിക നമ്മളോട് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖർ ലൈവ്, ഒപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ. റിപ്പോർട്ടർ മലപ്പുറം.